സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനന്തമായി സ്നേഹിച്ചു. അങ്ങ് ഞങ്ങളെ സ്നേഹത്തിൽ പലപ്പോഴും വീർപ്പ് മുട്ടിച്ചിരിക്കുന്നു. ചെറുപ്പകാലം മുതൽ ഞങ്ങൾ അവിടുത്തെ പക്കൽ നിന്നും അനുഭവിച്ച സ്നേഹത്തിന് ഞങ്ങൾ അവിടത്തേക്ക് നന്ദിയും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സ്നേഹമാണല്ലോ അവിടുത്തെ മറ്റൊരു നാമം തന്നെ സ്നേഹം എന്നാണല്ലോ. കാരണം പിതാവായ ദൈവം അത്രയധികം ഞങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ ചെറുപ്പകാലം മുതൽ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഒത്ത് എപ്പോഴും ഞങ്ങളെല്ലാവരുമായിരിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്കായി എത്ര മനോഹരമായ ലോകം സൃഷ്ടിച്ച് ഞങ്ങളെല്ലാവരെയും, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും, എല്ലാ മതവും, എല്ലാ വിഭാഗം ജനങ്ങളെയും അവിടുന്ന് അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളെ തേടി എപ്പോഴും ഞങ്ങളുടെ പിന്നാലെ വരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ, തിരുവചനത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, അവിടുന്ന് മക്കളെ അന്വേഷിച്ച് സ്നേഹം നൽകാനായി അവരുടെ പിന്നാലെ അലയുന്ന ഒരു ദൈവമാണ് അവിടുന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. പിതാവായ ദൈവമേ, അങ്ങേ അനന്തമായ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. അവിടുത്തേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. അങ്ങയുടെ അനന്ത സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾക്ക് ഒന്നും തിരിച്ചു നൽകുവാനില്ല. അത്രമാത്രം അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ചെറുപ്പകാലം മുതൽ ഞങ്ങൾ അനുഭവിച്ച സ്നേഹം അത്ര വലുതാണ്. അങ്ങയുടെ ആഴമേറിയ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ നിന്നും അനുഭവിച്ചറിഞ്ഞ സ്നേഹം മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അപ്പോഴാണല്ലോ ഞങ്ങളുടെ ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ധന്യമാവുന്നത്. അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ സാധിക്കുമ്പോഴാണല്ലോ അങ്ങയുടെ സന്തോഷം വർദ്ധിക്കുന്നത്. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെന്നും അവിടുത്തോട് കടപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ഈ ഭൂമിയിലെ ഓരോ ചരാചരങ്ങളെയും മനുഷ്യകുലത്തെയും അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.